കഴിഞ്ഞ വീക്കിൽ ഏകദേശം 1.1 ബില്യൻ്റെ ലിക്വിഡേഷൻ ആ ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഡൗൺഫോൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ലെവൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ മെൻഷൻ ചെയ്ത. അപ്പോൾ അത് നോക്കി ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും കറന്റ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബിറ്റ് കോയിൻ ഒരു വളരെ വലിയൊരു മേജർ ആയിട്ടുള്ള ലെവലിലാണ് കറന്റ് പ്രൈസ് നിൽക്കുന്നത്. കാരണം ആ ഒരു ലെവലിൽ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിയർ മാർക്കറ്റിലോട്ട് കടക്കാനുള്ള ഒരു വലിയൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്താണെന്നും അത് ഏതാണെന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീക്ക് നോക്കുവാണെങ്കിൽ ബിറ്റ് കോയിൻ നമുക്ക് നല്ല രീതിയിലൊരു ഡൗൺഫാൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സാക്റ്റ് ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളുമാണ് നടന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലോട്ടൊരു മൊമെൻറ്റം. അവിടുന്ന് പ്രൈസ് അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്സൈഡിലോട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റും, അതുപോലെ അവിടുന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഡൗൺഫാൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതായിരുന്നു കഴിഞ്ഞ വീക്കിലെ നമ്മുടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇപ്പം നമ്മൾ ഇത്രയും നാളും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഡൗൺഫാൾ ആയി ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന ഓൾമോസ്റ്റ് ഒരു 95,000 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൈസ് ഇത്രയും നാൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. ഇനി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ആ റെസിസ്റ്റൻസിലോട്ട് നമുക്ക് റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു 4 ടൈം ഫ്രെയിമിലെ അങ്ങോട്ടൊരു മൊമെൻറ്റം തരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ, ഇങ്ങോട്ടോ റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യണമെന്നനുസരിച്ചിരിക്കും നമുക്ക് അടുത്ത വീക്ക് അപ്സൈഡ് ആയിരിക്കുമോ അതോ ഡൗൺ സൈഡ് ആയിരിക്കുമോ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളായിരിക്കും കാണാൻ പറ്റുന്നത്. ഒന്ന്, പ്രൈസ് ഇങ്ങോട്ട് റീടെസ്റ്റ് നടത്തി ഈ ഒരു റീടെസ്റ്റ് നടത്തി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയയോട്ട് നമുക്ക് മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് അടുത്ത വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 91,388 മുതൽ 88,623 എന്ന് പറഞ്ഞ ഈ റേഞ്ചാണ് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ ഇങ്ങോട്ടൊരു മൊമെൻ്റ് ആയിരിക്കും ഇവിടുന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഞാൻ നേരെ ഒരു 4 ടൈം ഫ്രെയിമിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഇതെന്ന് നമുക്കറിയാം. ഓക്കെ, ആൻഡ് ഇങ്ങോട്ടൊരു മൊമെൻ്റ് ആണ് ഞാൻ അടുത്ത വീക്കിൽ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർലി പ്രൈസ് ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ പ്രൈസ് ഒരു ഡൗൺ സൈഡിലോട്ടൊരു മൊമെൻ്റ് ആണ് നമുക്കിപ്പോൾ കറൻ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അത് നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഞാനൊരു RSI എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ RSI എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ എന്തിനാണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഒരുപാട് വീക്ക്ലി അനാലിസിസ് ഞാൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. RSI എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും സ്ട്രെങ്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു RSI. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ബിറ്റ് കോയിൻ്റെ 4 ടൈം ഫ്രെയിമിൽ ഇവിടെ ബിറ്റ് കോയിൻ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ലോവർ ലോയും അതുപോലെ തന്നെ RSI നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹയർ ഹൈ ആണ് കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ സെല്ലേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു, ഇനി ബയേഴ്സാണ് ആക്റ്റീവ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് ഈ ഒരു RSI ഇൻഡിക്കേറ്റർ തരുന്നത്. അപ്പോൾ ഈ RSI ഇൻഡിക്കേറ്റർ തരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അപ്സൈഡിലോട്ടൊരു മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, ആ അപ്സൈഡിലോട്ടൊരു മൊമെൻറ്റം തരുന്നത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ എങ്ങനെ പ്രൈസ് ആക്ട് ചെയ്യണമെന്നനുസരിച്ചിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിലെ മൂവ്മെൻറ്റ്. നിങ്ങൾ ഉറപ്പായിട്ടും നോക്കി കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം ബിറ്റ് കോയിൻ ഒരു ബിയർ മാർക്കറ്റിലോട്ട് കടക്കാനുള്ള ഒരു വളരെ വലിയൊരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ തന്നു കഴിഞ്ഞു. അത് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, ഞാനിവിടെ ബിറ്റ് കോയിൻ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാനിവിടെ ഒരു 50 മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഏതൊക്കെ ടൈമിൽ ഈ ഒരു ലൈന് ഈ ഒരു സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞൊരു 50 ഈ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് എപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വളരെ വലിയൊരു ബിയർ മാർക്കറ്റാണ് നമുക്ക് ബിറ്റ് കോയിൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ
2022 മുതൽ 2023 ഫെബ്രുവരി വരെ നമുക്കൊരു ബിയർ മാർക്കറ്റ് ഇവിടെ തന്നു. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ 50 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത ടൈമിൽ ഈ ഒരു ഏരിയയിൽ 50 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തു ഏകദേശം 2020 മെയ്യിൽ. ആൻഡ് അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന ഇത്രയും വലിയ മൊമെൻ്റ് ആണ്. ഏകദേശം നല്ലൊരു ബുൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു മെയ് 21 വരെ 2021 വരെ നമുക്കൊരു ബുൾ മാർക്കറ്റ് നമുക്കിവിടെ പ്രൈസ് തന്നു. ഈ ഒരു ലൈനിൻ്റെ താഴെ പ്രൈസ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം പ്രൈസ് റീടെസ്റ്റ് കിട്ടി അവിടെ റിജക്ഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് മേജർ ആയിട്ടുള്ളൊരു നല്ലൊരു ബിയർ മാർക്കറ്റ് ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള റീടെസ്റ്റ് ഈ ഒരു ലെവലിലോട്ട് വന്നു. അതിനുശേഷം നമുക്കൊരു ബുൾ മാർക്കറ്റ് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസ് ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അതിനുശേഷം പ്രൈസ് ഇവിടെ നല്ലൊരു റീടെസ്റ്റ് എടുത്ത് അവിടെ ഒരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ബിയർ മാർക്കറ്റിലോട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീക്കിലെ ഒരു ക്യാൻഡിൽ ക്ലോസ് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഈ ഒരു ലൈനിൻ്റെ താഴെയാണ് ക്യാൻഡിൽ ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. ആൻഡ് ഇത് മുകളിലാണോ താഴെയാണോ ക്ലോസ് ചെയ്യാമെന്ന് അറിയാൻ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ മേ ബി ഒരു ബിയർ മാർക്കറ്റിലോട്ട് കിടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഗോൾഡിൻ്റെ മേജർ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടേരെ. ഓക്കെ, ഗോൾഡ് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറൻ്റ് പ്രൈസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4080 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിലൊരു റിജക്ഷൻ പ്രൈസിന് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും പ്രൈസ് അപ്സൈഡ് പോയി. അതിനുശേഷം വീണ്ടും ആ ഒരു ഏരിയയിൽ പ്രൈസ് ഒന്ന് റിജക്ഷൻ വന്നു. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഈ ഒരു ഏരിയ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഈ ഒരു 4045 മുതൽ 4025 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ച് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഈ ഒരു 3918 മുതൽ 3895 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 4239 മുതൽ 4220 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലോട്ട് കാണാൻ പറ്റും. അതും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈയിലോട്ടൊരു മൊമെൻറ്റം ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഗോൾഡിൽ മേജറായിട്ട് കാണാൻ പറ്റുന്നത്. ഇന്ന് നമ്മുടെ ഗോൾഡിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഗോൾഡ് ഒരു 3400-500 റേഞ്ച് എത്തിയപ്പോഴത്തേക്കും പ്രൈസ് ഡൗൺ സൈഡായി. ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് അവിടെ പ്രൈസ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം നല്ല മൊമെൻ്റാണ് നമുക്ക് ഇവിടെ തന്നത്. മാസങ്ങളായിട്ട് നമുക്ക് നല്ല മൊമെൻറ്റം തന്നു. അതിനുശേഷം പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് ഒരു 4300-400 റേഞ്ച്, നമ്മുടെ 3500 ആ റേഞ്ച് എത്തി. ആ ഒരു ലെവലിൽ തന്നെ പ്രൈസ് ഇവിടുന്ന് ഡൗൺ സൈഡ് ആവുകയാണ്. ഓക്കെ, ഇവിടെ നിന്നും പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ 3400-500 റേഞ്ച് എത്തിയപ്പോഴത്തേക്കും അവിടെ പ്രൈസ് ഡൗൺ സൈഡായി കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം മൊമെൻറ്റം തന്നു. അതുപോലെ 4500 റേഞ്ച് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഡൗൺ സൈഡായി. ആൻഡ് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വീക്കിലോട്ടുള്ള മേജർ ആയിട്ടുള്ള ന്യൂസ് നോക്കുവാണെങ്കിൽ തേഴ്സ്ഡേ നവംബർ 12 AM ഫോമിക് മീറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ 7 PM ഓൾമോസ്റ്റ് ഒരു 4 ന്യൂസോളം ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ടെൻറ്റേറ്റീവ് ആണ്. അത് നമുക്ക് ചേഞ്ച് വരാതിരിക്കാം അതിനുള്ള ചാൻസ് ഉണ്ട്. അൺഎംപ്ലോയ്മെൻ്റ് റേഞ്ച് ആണ് ആ ഒരു ന്യൂസ്. അതുപോലെ ഫ്രൈഡേ 8:50 PM ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI, ഫ്ലാഷ് സർവീസ് PMI. അപ്പോൾ ഇത്രയും ന്യൂസാണ് നമുക്ക് മേജറായിട്ട് അടുത്ത വീക്കിലുള്ള. ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. ബിറ്റ്കോയിനും ഗോൾഡിൻ്റെ ബിറ്റ്കോയിൻ്റെ ഡെത്ത് ക്ലോസ് എന്തായാലും ഉറപ്പായിട്ടും നോക്കി വെച്ചേക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീക്കിലി അനാലിസിസിൽ അടുത്ത ആഴ്ച കാണാം.